പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 92ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഇടയിൽ ആരാലിടിവനെ കടന്നു വന്നിട്ടുള്ളത് ബ്രദർ ഷാജി പുനലൂരാണ്. പ്രിയ ബ്രദറിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൺവെൻഷൻ സ്റ്റേജുകളിലും അതോടൊപ്പം തന്നെ അനേക യൂട്യൂബുകളിലും ഒക്കെ അനേക ഗാനങ്ങൾ ആലപിക്കുവാൻ, ക്രൈസ്തവ കൈരളിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രിയ ബ്രദറിനെ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ആരാധന ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ബ്രദറിനെ ആരാലിവിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് ഷാജി എന്നാണ്. പുനലൂരാണ് സ്വന്തം സ്ഥലമെങ്കിലും ഞാനിപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ട് തിരുവനന്തപുരത്താണ് താമസം. ഞങ്ങൾ കുടുംബമായി ഇവിടെ താമസിക്കുന്നു. ഇപ്പോൾ തന്നെ ദൈവവേലയോടനുബന്ധിച്ച് പാടാനായിട്ട് അനേക വേദികളിൽ പാടുവാനും കർത്താവിന് വേണ്ടി എത്രമാത്രം എന്നാൽ കഴിയുന്ന രീതിയിൽ ദൈവം തന്ന കഴിവനുസരിച്ച് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നു. പല വേദികളിലും പലയിടങ്ങളിലും ദൈവത്തെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ എനിക്കും പങ്കുചേരുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ പ്രയർ ഫെലോഷിപ്പിന്റെ ഈ സൂം മീറ്റിങ്ങിൽ എനിക്കും പങ്കുചേരുവാൻ തന്ന ഈ നല്ല സമയത്തെ ഓർക്കുന്നു. ബ്രദർ ഡെന്നീസ് അവറുകളോടും സിജി ഡെന്നീസ് അവറുകളോടും എൻ്റെ ഏറ്റവും നന്ദിയോടെ ഞാൻ അവരെ ഓർക്കുന്നു. അവർ തന്ന ഈ നല്ല ഒരു കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തിന് അതിയായ സന്തോഷവും നന്ദിയും എൻ്റെ കർത്താവിനെ അറിയിപ്പിക്കുന്നു. ഈ ടീമിൻ്റെ ഈ പ്രയർ ഫെലോഷിപ്പിന്റെ ഒരു ഭാഗമാകുവാൻ ദൈവം എനിക്ക് ഇടതന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 92ാമത് മീറ്റിംഗ് ആണെന്നാണ് എനിക്കറിയുവാനിടയായത്. അത്രത്തോളം ഈ മീറ്റിങ്ങിനെ കൊണ്ടുവരുവാൻ ദൈവം സഹായിച്ചുവല്ലോ. തുടർന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുവാൻ അനേകർക്ക് ഇത് പ്രയോജനമായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചില ഗാനങ്ങൾ പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരികയില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ അറിയിക്കാത്ത നന്മകളൊക്കെ തന്ന് ദൈവം നമ്മെ സ്നേഹിച്ചതും നാം ചിന്തിക്കാത്തതും നനയ്ക്കാത്തതിനും അപ്പുറമായി ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരില്ല. നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗാനം നമുക്ക് ചേർന്ന് അറിയാവുന്നവരൊക്കെ ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടാം, ദൈവത്തെ ആരാധിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകി ഓനോ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകി ഓനോ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും
എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ചേർന്ന് പാടാം. യേശു യേശു ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു 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 ആരിലും വലിയവൻ, യേശു 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 ആരിലും മതിയായവൻ, യേശു ആരിലും മതിയായവൻ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ യേശു ആരിലും വലിയവനാണ്, യേശു ആരിലും ഉന്നതനായ ദൈവമാണ്. ആ ദൈവത്തെ ആരാധിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ ഭൂമിയിൽ വെച്ച് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കിട്ടിയത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ്. അതുകൊണ്ട് നാം ഈ പാട്ടിൽ ഇപ്രകാരം പറയുന്നു: എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നമ്മെ ഓരോരുത്തരെയും താങ്ങിയ നാമം. എണ്ണി എണ്ണി സ്തുതിച്ചാലും മതി വരാത്ത കർത്താവ് നമ്മെ നടത്തിയ സ്നേഹം, പല വിധത്തിലും ഉന്നം വെച്ച വൈരിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ നമ്മെ കൺമണി പോലെ കാക്കുന്ന തന്റെ കരങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരി കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരി കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ
നാമമേ. അടുത്ത വരികളിൽ പറയാനും പറയുന്നു, നിനക്കെതിരായി വരും ആയുധം ഫലിക്കുകയില്ല. നമ്മുടെ ഉടയവനായ കർത്താവ് നമ്മുടെ അവകാശമാണ്. അതുകൊണ്ട് നമുക്കെതിരായി വരുന്ന ഏത് പ്രതിസന്ധികളാണെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് ബലവും ആരോഗ്യവും അതിലൊക്കെ ഉപരിയായി ദൈവശക്തിയും ദൈവകൃപയും തന്ന ദൈവം നമ്മെ നടത്തും. അവിടെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനായി ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ഈ ലോകത്തിൽ നമ്മയൊക്കെ മറക്കും. അച്ഛനും അമ്മയും മക്കളും ഒക്കെ നമ്മെ മറന്നു പോകാം. പല സാഹചര്യങ്ങളിലും നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കുന്ന സമയങ്ങളിലും ഒന്നുമില്ലാത്ത അവസ്ഥകളിലാണ് നമ്മെ പലരും നമ്മെ പലപ്പോഴും കൈവിടുന്നത്, നമ്മളെ സ്നേഹിക്കാത്തതൊക്കെ. എങ്കിലും തന്റെ മക്കൾക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. കരുതുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങേണ്ട കാര്യമില്ല. കണ്ണുനീരിന്റെ താഴ്വരയിലും കൈവിടുകയില്ല നമ്മുടെ കർത്താവ് ഒരിക്കലും. കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാണ് നമ്മുടെ കർത്താവായ ദൈവം. അതുകൊണ്ട് ഈ ലോകത്തിൽ ആരൊക്കെ നമ്മെ മറന്നാലും നമ്മെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ സ്നേഹത്തെ വന്ദിക്കുന്ന ഒരു ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം, ദൈവത്തെ സ്തുതിക്കാം. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിന്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എല്ലാവരും നിന്നെ മറന്നാൽ ഞാൻ നിന്നെ മറന്നിടുമോ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. എന്റെ കരത്തിൽ നിന്നെ വഹിച്ചു എന്നും നടത്തിയിടും ധരയിൽ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ.
കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. അബ്രഹാമിൻ്റെ ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. ഓ ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം നമ്മെ ഉയർത്തിയ ആ വലിയൊരു സ്നേഹമുണ്ട്. നാമൊക്കെ ഒന്നുമില്ലാത്തവരായിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ പലതുമാക്കി തീർത്തു. ആരുടെ മുമ്പിൽ ഈ നിൽപ്പാൻ നാം യോഗ്യരല്ലായിരുന്ന സമയത്തും ദൈവം നമ്മെ യോഗ്യനാക്കി തീർത്തു. അങ്ങനെ സ്നേഹിപ്പാൻ നമ്മൾ തന്നെ പലപ്പോഴും ചോദിക്കും, കർത്താവെ എന്നെ ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ കർത്താവെ. അങ്ങനെ ഇത്രമാത്രം കരുതുവാൻ ഞാൻ എന്തുള്ളൂ കർത്താവെ. ഇത്രമാത്രം എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് എന്നെ നടത്തിയതിന് ഞാൻ എന്തുള്ളൂ കർത്താവെ. അങ്ങക്ക് ഞാൻ എന്ത് പറഞ്ഞാൽ മതിയാവും എന്റെ കർത്താവിനോട്. നമ്മുടെ ആകുലവേളയിൽ നമുക്ക് ആശ്വാസം തരും നമ്മുടെ കർത്താവ്. നമ്മെ തലമുറകളായി നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ദൈവത്തിന്റെ അനുഗ്രഹം നാം ഓരോ ദിവസവും തോറും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളവരാണ്. ഓരോ സമയങ്ങളിലും ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചിട്ടുള്ളവരാണ്. ദൈവം അനുഗ്രഹിക്കുന്നതിന് നാം എന്ത് പകരം കൊടുത്താൽ മതിയാകും. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, എന്റെ ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ ഉയർത്തിയ അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ ഞാൻ പാടിപ്പോകും കർത്താവേ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ.
നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ, ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി നീ. ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. എൻ ഗൃഹമെന്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് മഹത്വം. എനിക്ക് എനിക്ക് തന്ന ടൈം ആയെന്ന് തോന്നുന്നു. ദൈവം നിങ്ങളെയൊക്കെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 92ാമത് ഗോഡ് ഈസ് ലവ് ഇന്റർനാഷണൽ പ്രെയർ ഫെലോഷിപ്പിൽ എനിക്കും ഒരു പങ്കാളിയാകുവാൻ ദൈവം തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ ഈ പ്രെയർ ടീമിനെ ഓർത്തും ഞാനും പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങളും എല്ലാവരും എന്നെയും എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ എല്ലാ നല്ല സ്നേഹത്തിനും ഒക്കെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ബ്രദർ ഡെന്നീസ് അവറുകൾക്കും സിജി ഡെന്നീസ് അവറുകൾക്കും എൻ്റെ ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു കൂടിവരവ് ഒരുമിച്ച് തന്നതോർത്ത് വളരെ നന്ദിയോടെ നിങ്ങളെയൊക്കെ ഓർക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ആമേൻ. സ്തോത്രം. സ്തോത്രം.